അല്ല ഫ്രണ്ട്സ്, സ്റ്റേഷനിൽ നിർത്തി ഒരാൾ ഭയങ്കര പറയുന്നു, വാ ഇങ്ങോട്ടോ. ആ നീ ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഭയങ്കര സൗണ്ടാക്കി എന്നെ കണ്ടിട്ട്. ആ ആരാപ്പയ്മനെ വീട് വേണമെങ്കിൽ കാണിച്ചാൽ ഇങ്ങോട്ടോ, നീ ഇങ്ങ് വാ. ആ ഞാൻ കാണിച്ചാലോ, വാ ഇങ്ങോട്ട് വാ. വാ, ഇത് സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്നാണ്. അപ്പോൾ നമ്മളെ ഇൻട്രോവർട്ടിലല്ലേ, ഇൻട്രോ പറയുന്ന സമയത്താണ് അവൻ്റെ വിളി കേട്ടത്. പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുതിര റേസിങ്ങിന് പോകുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മലപ്പുറത്താണ് നമ്മുടെ ബോണിനെ കൊണ്ടുവന്നത്, നിലമ്പൂരാണ് കേട്ടോ. നിലമ്പൂർ ഈ വരുന്ന ഫെബ്രുവരി 1-ാം തീയതി. അപ്പോൾ ആ ഭാഗത്തുള്ള ആളെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മീറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ഈ പിള്ളേർ നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? മുതുകുന്ന്. ആ മുതുകുന്ന് നോർത്ത് യു പി സ്കൂൾ കേട്ടോ. പിന്നെ പേരെന്താ? ദേവാർച്ചൻ. വേദി. ആരാ നിങ്ങൾ വീഡിയോ കാണലുണ്ടാ? അന്നെ ഇഷ്ടമാണോ? നീ ആരാ പോയി നമുക്ക് ഫുഡ് കൊടുക്കോ? കൊടുക്കൂ. വേണ്ട വേണ്ട, ഞാൻ കൊടുത്ത് കാണിച്ചാറ്. ഇത്ര ചെറിയ കുട്ടികൾക്ക് ഉണ്ടല്ലോ നമ്മൾ കൊടുക്കൂല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻറ്റിൻ്റെ കൂടെ വന്നെങ്കിൽ നമ്മൾ കൊടുക്കും. അല്ലാത്ത കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കടിയങ്ങാണ്ട് കിട്ടിയെങ്കിൽ പാരൻസ് ചിലപ്പോൾ പ്രശ്നമാക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നോർമലി സ്കൂളിൽ നിന്ന് വരുന്ന പാക്കേജിലൊന്നും വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഫീഡ് കൊടുക്കാറില്ല കേട്ടോ. എന്നിട്ടാണ് ഫീഡ് തരാത്തതെന്നറിയോ? നിങ്ങൾക്ക് കടി കിട്ടിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് നിങ്ങളുടെ പാരൻസ് ചിലപ്പോൾ വഴക്ക് പറയും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് കാണാം. നിങ്ങൾ ഒരുമിച്ചുള്ളതാ? ഒരുമിച്ചുള്ള. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ടീച്ചേഴ്സും കൂടി വന്നിട്ടുണ്ട്. ഇതാ നമ്മളെ പൂച്ച ഉണ്ടല്ലോ, ഇത് ഇവിടെ വീണ്ടും പ്രഗ്നൻ്റ് ആണ്. നോക്കിയേ, ഇതാ ഏകദേശം ഡേറ്റ് ആയേ. ആ ഇവന് നമ്മൾ അരാപ്പയ്മ നിന്നതിനേക്കാളും കൂടുതൽ ഇവിടെ ഇടുന്ന് തിന്നാം. വീഡിയോ കാണലുണ്ടാ? ഓക്കെ. ആ നിങ്ങൾ വീഡിയോയിൽ കാണാട്ടാ. നാളത്തെ വീഡിയോയിൽ നിങ്ങളെ കാണാം. ഞാൻ കൊടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പം നല്ല അഗ്രഷനിലാണ് മീൻ നിൽക്കുന്നത്. മിക്കവാറും എനിക്ക് കടി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ടീച്ചർ മീന് ഫുഡ് കൊടുക്കുന്ന കണ്ടിട്ടില്ലല്ലോ? കൊടുക്കുന്ന ഒന്ന് അടുത്തുനിന്ന് നോക്കിയോ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ മുട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ മീൻ വന്നിട്ട് എടുത്തോളൂ കേട്ടോ. ഇതാ ഇവനാള് പുലിയാന്ന് കേട്ടാ. പുലി ഇവനിട്ട് കൊടുക്കട്ടെ. കേട്ടാ പുടി പേടിച്ചാ? ആ ടീച്ചേഴ്സാ പേടിച്ചത്. വേണ്ട, നിങ്ങൾ ഇട്ട് കൊടുത്തോ. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്തോ, എറിഞ്ഞു കൊടുത്തോ കേട്ടോ. എറിഞ്ഞു കൊടുത്തോ. അത് നിങ്ങൾ കൈ മുട്ടിച്ചു കൊടുക്കണ്ട. എന്താന്ന് പറഞ്ഞാൽ ആ ഓക്കെ, നിങ്ങൾ എറിഞ്ഞു കൊടുത്താൽ മതിയേ. കയ്യിൽ കൊടുക്കണ്ടേ, കൈ പോകൂട്ടാ. ഓക്കെ, ഒരാൾ ഇട്ട് കൊടുത്തോ. ഇങ്ങോട്ട് ഇട്ട് കൊടുത്തോ. ഇങ്ങോട്ടോ. എൻ്റെ തിന്നു, താഴെ പോയാൽ തിന്നു. അലിഗേറ്ററിന് ഫുഡ് കൊടുക്കണോ? അലിഗേറ്ററിന് ഫുഡ് കൊടുക്കാത്ത കുറേ കാലം കാണിക്കാത്ത അല്ലേ? എന്നാൽ അതും കൂടി കാണിച്ചു തരാം. നമ്മളെ മക്കളെ ആഗ്രഹം അല്ലേ? ആ നമ്മൾ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ നമുക്ക്. ആ യൂട്യൂബ് ചാനലിൽ ഇവർ കാണുന്ന ടീമാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഓരോ വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. നിങ്ങളടക്കം കാണാം. എല്ലാ ശനിയാഴ്ചയും വീഡിയോ ഇടും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. എടാ നീ എത്ര തിന്നത്? ആരാപ്പയ്മനേക്കാളും തിന്നത് നീയാ. പ്രഗ്നൻ്റ് അല്ലേ? തിന്നിട്ടല്ലേ? തിന്ന് രസിക്കട്ടെ. അപ്പോൾ നമുക്ക് ഗാർണിങ് കൂടി ജസ്റ്റ് ഫീഡ് ചെയ്യുന്നവർ നമ്മൾ പിള്ളേരുടെ ആഗ്രഹം പറഞ്ഞല്ലേ, അത് കാണിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടി കാണാം. ഓക്കെ, നമ്മൾ യൂട്യൂബിലെത്തി പറയുന്നട്ടാ. നമ്മൾ യൂട്യൂബിലെത്തി. ആ അലിയേട്ടന് കൊടുക്കാം. വാ അരാപ്പയ്മ അത്യാവശ്യം നല്ല സൈസായേ. ഏത് മീനിന് ഫുഡാ? അതൊക്കെ സ്ഥലമുണ്ട്, നിങ്ങൾ ഇവിടുന്ന് കണ്ടാൽ മതിയാ. ഇപ്പം ഞാൻ കൊടുക്കാട്ടാ. കണ്ടാ കാറ്റ് ഫിഷ് കഴിച്ചാ? അലിഗേറ്റർ അടിച്ചിട്ടില്ലേ? അലിഗേറ്റർ അടിക്കൂടാ. നീ നോക്കടാ, വെയിറ്റ് ചെയ്യടാ. അയ്യോ എടുത്തിട്ടില്ലല്ലേ? ആ
ഇഷ്ടപ്പെട്ടാ മതിയില്ലേ? പുലിവാഹേ പുലിവാഹ ഇതിന് ഇവരിക്കാ തീറ്റല്ലതിന് പിന്നെ കൊടുക്കണ്ടേ, എന്നാലും ജീവിക്കൂ. യൂട്യൂബ് ചാനലിന്റെ പേരാ പെറ്റ് സ്റ്റേഷൻ കണ്ണൂർ. അപ്പൊ നീ കാണല്ലേ? ഇവൻ നീ പറഞ്ഞു കൊടുത്തിട്ടില്ല അല്ലേ? ഇവള് കാണലല്ല. ഓന് ഏതാ ചാനലിന്റെ പേര് ചോദിക്കുന്നതാ? കണ്ണൂർ. ആ നിങ്ങൾ വെറുതെ പറഞ്ഞാന്ന് തോന്നലേ. ചില കുട്ടികള് സംസാരിക്കാൻ നല്ല രസമാണ്. ആ അതന്നെ, ഒരാഗ്രഹം, വലിയ ആഗ്രഹമായിരുന്നു, സാധിച്ചു ടീച്ചർ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ ബോണിനെ കാണാം. അതേപോലെ നമ്മളിവിടെ മെയിൻ്റനൻസ് ചെയ്യുന്ന 1-2 കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഇതെല്ലാം അണ്ടർ മെയിൻ്റനൻസ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇതുണ്ട് ഈ നമ്മുടെ ഈ താഴത്ത് വരുന്ന മെഷും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ സ്ക്രാച്ച് വീണ് ഗ്ലാസും കാര്യങ്ങളൊക്കെ മാറ്റി എല്ലാം പുതിയ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ മേലെ കാണുന്ന ഇതുണ്ട് ഈ നെറ്റ് എല്ലാം നമ്മൾ മാറ്റിയിട്ട് പുതിയ ടൈപ്പ് മെഷ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുരുമ്പ് വന്നു കഴിഞ്ഞാൽ ഈ ബേഡ്സ് ഇത് കടിക്കുമ്പോൾ ഇവർക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വാട ചെമ്മിക്കുട്ടാ. ആ അല്ല, പിന്നെ ഇവിടെ എപ്പോൾ ഒരു മുത്താണ്, മുത്ത്. നമ്മൾ ഈ കേജിൽ നിന്ന് മാറ്റിയിട്ട് അപ്പുറത്ത് വേറെ കേജിലാക്കി പണിയെടുക്കുന്ന സമയത്ത് ഒന്നിന് ഭയങ്കര സങ്കടമായിപ്പോയി അല്ലേ? നീ എടുത്തന്നെ ഫുള്ള് കാലാകാലം. കിസ്ത താടാ മന എന്താണ് ഒരു ഡിമാൻഡ്? ആ ആ ആ ഓക്കെ. അപ്പോൾ എല്ലാം മെഷും ഇതുപോലെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് കാണാൻ? അതുപോലെ പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ ഇതാ പ്രശ്നം. അതുപോലെ നല്ല കറക്റ്റ് ബാക്കിലും നല്ല രീതിയിൽ വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ സംസാരിക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക വായിൽ നിന്ന് ഇതൊന്നും അപ്പുറത്തേക്ക് പോവുകയും ചെയ്യില്ല, അതിനുള്ളൊരു ബ്ലോക്കുമായി അപ്പുറത്ത് കറക്റ്റ് വെൻറ്റിലേഷൻ ഇങ്ങോട്ട് വരികയും ചെയ്യും. ആ രീതിയിലുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള കേജുകൾ ഇതാ പണി നടക്കുന്നു. നമ്മൾ അണ്ടർ മെയിൻ്റനൻസിൻ്റെ ബോർഡും കാര്യം ആദ്യം നമ്മൾ ചെയ്ത മെഷ് ഇതാണ് ഇപ്പോൾ ചേഞ്ച് ആക്കിയത്. നോർമൽ മെഷില്ലേ, നോർമൽ മെഷ് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മളെ കുറച്ചും കൂടി വില കൂടുതലാണ്, പക്ഷെ എന്നാലും ഭയങ്കര ടെമ്പറും കാര്യങ്ങളിലുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അതുപോലെ പോകുന്ന വഴിക്ക് നമുക്ക് 1-2 താറാവുകളുടെ കാഴ്ച കാണാമല്ലോ. നമ്മുടെ സ്വാൻ ഒരാൾ മരിച്ചു പോയത് കഥ പറഞ്ഞിട്ടില്ല ഞാൻ. ഏജ് ആയിട്ടോ ഏകദേശം, ഇവരതും ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നല്ലൊരു പേര് നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും ഒറ്റക്കാക്കാൻ കഴിയില്ലല്ലോ. ഓക്കെ, അതുപോലെ നമ്മുടെ പോമറേനിയൻ ഗൂസിന് നോക്കിയേ. ഇപ്പോൾ നമ്മൾ ഓരോ ശബ്ദം കുറച്ച് ഞാനാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വ്യത്യാസം കണ്ടേ. ഡാ ബാ. ഓക്കെ, നല്ല പിന്നെ മോൾട്ടിങ് എല്ലാം കഴിഞ്ഞ് നല്ല ഫുൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ ഇവർ മോൾട്ടിങ് കാര്യങ്ങളുണ്ടാവും. മോൾട്ടിങ്ങിൽ കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി, നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബ്രഹ്മനെ കാണിച്ചിട്ടുണ്ട് കുറേ കാലമായി. ബ്രഹ്മനൊന്ന് കാണിച്ചേ മിസ്രേ. ബ്രഹ്മന് 2 മെയിലും ഉഷാറായിട്ടുണ്ട്. ഫീമെയിൽസ് നമ്മൾ ഇവിടെ ഇടാറില്ല കേട്ടോ. ബ്രീഡിങ്ങിൻ്റെ സമയത്ത് ഇതായി കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളിലും വരുന്നതാണ്. അതുപോലെ നമ്മുടെ ക്രസ്റ്റഡ് ഡക്ക് അങ്ങനെയുണ്ട്, മെയിലും ഫീമെയിലും. പിന്നെ ഒരാളുടെ ഒരു ഫീമെയിലും കൂടി കിടക്കേണ്ടതാ അതാ. ഓക്കെ, മുട്ടയിലിടുന്നുണ്ട് കേട്ടോ. പ്രോപ്പറായിട്ട് ബ്രീഡിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കോൾഡക്ക് പോന്നല്ല, ഇതിന് മുന്നും പ്രസവിച്ചിട്ടുണ്ട്. നമ്മളിവിടെ വരുന്ന കുട്ടികൾക്ക് കൊടുക്കുക കുട്ടീനെ കുറച്ച് വലുതായപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വിട്ടു, ഞാൻ പുറത്ത് പോയ സമയത്തായിരുന്നു. അതുപോലെ നമ്മൾ കോൾഡക്ക് മുട്ടിയിട്ട് അടിയിരിക്കുന്നുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാമല്ലേ. ഒന്ന് ക്യാമറ കയറ്റിക്കും കൊണ്ട് ഞാൻ എടുക്കാം. കോൾഡക്കിന് അതിൻ്റെ അകത്ത് നമ്മളൊരു കേജ് സെറ്റ് ചെയ്ത് കൊടുത്താണ്. കണ്ടോ, മുട്ടയിട്ട് അടിയിരിക്കുന്നുണ്ടോ? കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. എത്ര മുട്ടുണ്ട് നോക്കണോ? ഐഷ്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ? മുട്ടനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ? എത്ര മുട്ടുണ്ട് തന്നെ നോക്കണോ? ഒന്ന് നോക്കിയേക്കല്ലേ, അല്ലെങ്കിൽ വിഷമിക്കണ്ട, പോട്ടെ കടന്നോട്ടെ. എത്ര ആയാലും ഒന്നാണെങ്കിൽ രണ്ടാണെങ്കിലും കുഴപ്പമില്ല, വിരിഞ്ഞിറങ്ങിയാൽ മതിയല്ലോ. എത്ര ഉണ്ട് നമ്മളിപ്പോൾ കാണുന്നത്? 1 2 3 4 5 6 5 കാണുന്നുണ്ട് അല്ലേ? അല്ല 6 കാണുന്നുണ്ട്. അതിൻ്റെ അകത്തുണ്ടോ എന്തായാലും ഒരു 12-13 മുട്ട ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്.
അതുപോലെ നമ്മൾ മേൽക്കുട്ടനിടുന്നുണ്ട്. ഇവിടെ ഒരു പേരിനെ മാത്രമേ നമ്മളാക്കിയിട്ടില്ലേ, ആ പേരിട അങ്ങനെ അവരായി അവരെ പാടായി. അതുപോലെ നല്ല വെള്ളവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മിസറിന് തന്നെ ക്യാമറ കൊടുത്ത്. അതുപോലെ വേറൊരു കാഴ്ചയും കൂടി കാണിച്ചു തരാം. നമ്മൾ അന്ന് പിന്നെ ബോഗൻവില്ല പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, ബോഗൻവില്ല അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ആ വീഡിയോ കാണിച്ചതിന് ശേഷം ഫ്ലവറിൽ വന്ന് പോയി കേട്ടോ രണ്ടാമത്. അപ്പോൾ ഇതുണ്ടായി ചെറിയ മരം നമ്മൾ അന്ന് കാണിച്ചേ, അതിൽ നല്ല രീതിയിൽ ഫ്ലവർ വന്ന് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന ആൾക്കാർ മൊത്തം ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഫോട്ടോ എടുക്കൽ പതിവാണ്, നല്ല രസമാണ്. അതുപോലെ ഇപ്പുറത്തുമുണ്ട്, രണ്ട് ഭാഗത്തും നല്ല രീതിയിലായിട്ടുണ്ട്. നമ്മൾ അന്ന് വീഡിയോയിൽ കാണിക്കുമ്പോൾ പറ്റില്ല, അടുത്ത വീഡിയോയിൽ കാണിക്കുമ്പോൾ സെറ്റാകുന്നു. പക്ഷേ അടുത്ത വീഡിയോ നമ്മൾ എടുക്കുന്ന ഒരു 1.5 മാസം കഴിഞ്ഞിട്ടായിപ്പോയി. ഓക്കെ, ഇതുണ്ട് ഈ ഭാഗത്തെല്ലാം ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമായി മാറി. എന്താ അപ്പോൾ കുറച്ച് ബാക്കിൽ നിന്ന് ഇങ്ങനെ കാണിച്ചേ. ശരിക്കും ആനൻ്റെ 2 ഭാഗത്ത് വെച്ചതാണ് നല്ലോണം ഫ്ലവർ വന്നത്. പക്ഷേ ഇപ്പോൾ ഫ്ലവർ പോയി. ഇപ്പോൾ രണ്ടാമത് വരുന്നുണ്ട്, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ശരിയാവും. അല്ല അതേപോലെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെ നമ്മൾ ഈ വെള്ളച്ചാട്ടം വെച്ചിട്ടേ, വെള്ളച്ചാട്ടം നമ്മൾ കോഴിക്കോണ്ടിലേക്ക് അതിൻ്റെ അകത്ത് വരുന്ന നമ്മുടെ ക്രീപ്പേഴ്സെല്ലാം നല്ല രീതിയിൽ ഇലയിലും വളർന്ന് നല്ല നല്ല വീതി വന്നിട്ടാണ്, ഇലയിൽ നല്ല വണ്ണം വന്നു. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട്. ശരിക്കും പിടിച്ച് കയറിയ ഒരു നാച്ചുറൽ സെറ്റപ്പായി. ശരിക്കും കാണുന്നവരെല്ലാം വന്നിട്ട് ഇപ്പോൾ ഇതിങ്ങനെല്ലാം കാണുന്നതുകൊണ്ട് എന്താ പറഞ്ഞാൽ ചെറിയാൾക്ക് പ്ലാസ്റ്റിക് എന്നെല്ലാം തോന്നും. പക്ഷേ ഒറിജിനലാണെന്നുള്ളത് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ടൊക്കെ മനസ്സിലാക്കാം. അതുപോലെ ഇതെല്ലാം എന്നാലും തൊട്ട് നോക്കും, ഇതെല്ലാം ഒറിജിനൽ പാറ തന്നെ എങ്ങനെ കൊണ്ടുവന്ന് വെച്ചതെന്നൊക്കെ പറയുന്നേക്കാം. അതിൽ കേൾക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഹൈ. ഓക്കെ, അപ്പോൾ നമുക്ക് ബോണിനെ കാണാം. വാ, ബോണി നല്ല ഭക്ഷണം കഴിച്ചാൽ ഇരിക്കേണ്ടവേ, നോക്കട്ടെ വിളിച്ചാൽ വരും. അതുപോലെ നല്ല ഹെവി വർക്കൗട്ടായിരുന്നു കേട്ടോ കുറേ ദിവസം. എന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച റെസ്റ്റ്. ഇനിയിപ്പോൾ എത്ര ദിവസമുള്ളേ? അത് പോകുന്ന അത്രയും ദിവസം റെസ്റ്റാണ് കേട്ടോ. എന്നാലാണ് ട്രാക്കിൽ നന്നായിട്ട് ഓടുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ബോണിനെ കുറിച്ചിട്ട് കുറേ ആൾ വളരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റെല്ലാം പറഞ്ഞു നമ്മളെ പിള്ളേരെല്ലാം പറയുന്നുണ്ടായിനി, ബോണിൽ എന്തിനാണ് റേസിന് കൊണ്ടുവന്ന്, പിന്നെ ലൈൻ മാത്രമുള്ള കുതിരയാണോ. പക്ഷെ നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി മാത്രം നോക്കിയിട്ടല്ല ഒരു ജീവനെയും വളർത്തുന്നത്. നമുക്ക് അതിനോട് നമ്മളടുത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്വാളിറ്റിയും നമുക്ക് വിഷയമല്ല. എത്ര ക്വാളിറ്റി പറഞ്ഞാലും നമ്മളെ മക്കളെ പോലെ തന്നെയാണ് അതിനെ നോക്കുന്നത് കേട്ടോ. അതിപ്പോൾ ഏത് ജീവിയാലും അങ്ങനെ. ഇപ്പോൾ ടോർക്കും ബോണിനെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബോണിനെ ഞാൻ വാങ്ങിച്ചിന് 45,000 രൂപയ്ക്കാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 45,000 രൂപയ്ക്കാണ് ഞാൻ ഒരു കുട്ടിനെ വാങ്ങിച്ചത്. ടോർക്കിനെ വാങ്ങിച്ച ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ്. പക്ഷേ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന രീതിയെല്ലാം ഒരേപോലെയും. പക്ഷേ നമ്മൾ ട്രാക്കിലേക്ക് കൊണ്ടുവന്നത് ടോർക്കിനല്ല, ബോണിന്. പക്ഷേ ബോണിൻ്റെ മേലെ നമുക്കൊരു വിശ്വാസമുണ്ട്. പക്ഷേ അവനക്കൊരു കളിയുണ്ട്, ഒരു കുരുത്തക്കേട് കളിയുണ്ട്. ആ കളി കൊണ്ട് ചിലപ്പോൾ അവൻ എന്താ പറയുക ഓടാണ്ടിരുന്നെങ്കിലും, പക്ഷെ ഓടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധ്യത നമ്മൾ അതിൻ്റെ അത് കാണുന്നുണ്ട്. നമുക്ക് കുറേ ആൾ അവനെ കളിയാക്കിയതിൻ്റെ ഷെയറല്ല അതിൻ്റെ വാശിയിൽ നിൽക്കുന്നു. ഷെയറെ എന്താണെന്ന് റേസിന് കൊണ്ടുപോയാൽ ഷെയർ ഫുൾ കോൺഫിഡൻസിലാണ് കേട്ടോ. ഷെയറാന്ന് പിന്നെ ജോക്കി, ഷെയറ ഓടിക്കാൻ. ഷെയർ ഒന്ന് ഇറക്കണം, നമുക്ക് ഒന്ന് പുറത്തിറക്കി കാണിച്ചു കൊടുക്കാമല്ലോ. ബോണി കുട്ടാ, ബോണി ബാ ബാ ഉണ്ടോ, ബോണി ബാ 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 വിളിച്ചാലും വരും. ബോണി സെറ്റാണ് ആൾ. വാ ഒന്ന് പുറത്തിറക്കടാ, നമുക്ക് ബോണിനൊന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറേ അതിൽ കണ്ടിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. റേസിന് പോകുന്നത് നമ്മുടെ ശരിക്കും എനിക്കെന്താ തോന്നുന്നറിയാം, പട്ടാഭിഷേകത്തിൽ മറ്റേ നമ്മുടെ കുട്ടിയാനെ പൊക്കില്ലേ, അതേപോലെ ഒന്ന് ബോണിപ്പാടുണ്ടായാലും ആ ആൻ്റെ വന്ന അമ്മണിക്കുട്ടിയാണ് നമ്മുടെ പട്ടാഭിഷേകത്തിലെ. നല്ല രസം, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് കേട്ടോ ആ സമയത്തുള്ള. ബാ ബോണി ബാ 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 എന്താ ഫുള്ള് സെറ്റായി നിർത്തിയാന്നേ. ഡാ എല്ലാം കൊണ്ട് ഓക്കെയാണ്. പക്ഷേ ഇവനിക്ക് ഈ ഓടുന്ന സമയത്ത് കാല് തമ്മിൽ കൂട്ടിയിടിക്കുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ടേ. കണ്ടോ അവിടെ ചെറിയൊരു ഡാമേജ് ഉണ്ട് കാലിന്. ബോണി കുട്ടാ നല്ല ഡയറ്റെല്ലാം മാറ്റിയിട്ട് പിന്നെ എന്താ പറയുക പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ടെല്ലാം കൊടുത്ത് ഓനെ എന്തായാലും അടിക്കുമെന്ന് നമ്മുടെ ഷെയർ പറയുന്നുണ്ട്. ഷെയറിന് ഭയങ്കര കോൺഫിഡൻസ്. അപ്പോൾ ഷെയറിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോക്കണ്ടല്ലോ. ഓക്കെ, കാല് വയ്ക്കടാ, കാല് വയ്ക്കേ. ഓക്കെ ഇവിടെ ക്ലീൻ ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ ലാഡടിക്കണ്ടേ പോകുമ്പോൾ? അടിച്ചിട്ട് കയറ്റാം അല്ലേ? ഓക്കെ, മലപ്പുറത്തല്ലേ പോകുന്നത്, ലാഡടിക്കുന്ന ആൾക്കാരെല്ലാം അവിടെ തന്നെ ഉണ്ട്. നമുക്ക് അടിച്ചിട്ട് തന്നെ ട്രാക്കിലേക്ക് ഇറക്കാം. ഓക്കെ, വാ ബോണി നടന്നേ. കളിക്കാം. ഓക്കെ ബാ
എന്നാ കിട്ടി. നിങ്ങളുടെ അഭിപ്രായം പറയട്ടാ. അതുപോലെ നമുക്ക് പിന്നെ മലപ്പുറത്ത് നിന്ന് സ്ഥലത്തിൻ്റെ പേര് വിട്ടതല്ല, എന്താ സ്ഥലത്തിൻ്റെ പേര് ഷെയറേ? നിലമ്പൂർ. ഓക്കെ, നിലമ്പൂർ പിന്നെ വെച്ചിട്ട് നമുക്ക് അടുത്ത ആഴ്ച 1-ാം തീയതി അവിടുന്ന് ആരെങ്കിലും നമുക്ക് അവിടുന്ന് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. നമ്മുടെ ബോണി പോയിട്ട് തോറ്റ് തുന്നമ്പാടി വരോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടോ. നമ്മൾ ജയിച്ച് കപ്പടിച്ചിട്ട് വരാമെന്നല്ല കേട്ടോ, നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അതിൽ ജയിക്കുക തോൽക്കുക എന്നുള്ളതൊക്കെ അതിൻ്റെ എന്താ പറയുക, ഒരു മത്സരത്തിൻ്റെ ഭാഗമാണ്. ആ രീതിയിൽ നമ്മളതിനെ കാണുന്നില്ലു. ജയിച്ചിനെങ്കിൽ വേറെ ലെവൽ, തോറ്റെങ്കിലും സാധാരണ നമ്മൾ പോയിട്ട് വരുന്നു, അത്ര തന്നെ. എന്തായാലും നമുക്ക് നല്ല നല്ല കുതിരനെ കാണാം, അതുപോലെ നല്ല രീതിയിലുള്ള സെറ്റപ്പൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങ് എത്തി തോന്നല്ലേ. ഓക്കെ, പള്ളിയിൽ പോകാനായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഷോർട്ടായി പോയി കേട്ടോ, എന്തായാലും ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത കുറച്ച് നല്ല വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഷെയർ ചെയ്തല്ല നമ്മൾ ടീമിലുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ മിസർ ഷെയർ, അതുപോലെ ഇത് വേറെയായിരുന്നു വന്നൊരു യൂട്യൂബറാണ്, പേരെന്താ? ഇൻസ്റ്റഗ്രാമർ സമീർ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്? തമിഴ്നാട് സ്ഥലം അമ്പത്തൂർ എന്ന് വരുന്ന ഒരു യൂട്യൂബറാണ്. നേരത്തെ പിന്നെ നമ്മുടെ അടുത്ത് വലിയ ഫാൻസാണ്. ഏട്ടനാ ഷഫീഖ്. ഓക്കെ, അപ്പോൾ നേരത്തെ വേറെ ചെന്നൈയിൽ നിന്നുള്ള കുറച്ച് ടീം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെ നമ്മൾ വീഡിയോയിൽ പിന്നെ എടുത്ത് അവർ പോയി. അപ്പോൾ അടുത്ത ആൾ വന്നു. കുറേ സമയം നമുക്കൊരു തംബ്നെയിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്കൊരു പാമ്പിനെ പിടിച്ചിട്ട് തംബ്നെയിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ പറ, എല്ലാവർക്കും കയറി നോക്കൂ. ചാനലിൻ്റെ പേരെന്താ? സമീർ എക്സ്പെക്റ്റ്. നിങ്ങൾ പെറ്റ്സ് അല്ല, മോസ്റ്റ്ലി ഇതാണ് നമ്മളെ ഹെൽത്ത് റിലേറ്റഡ്. ആ സെറ്റ് ടീമാണ് കേട്ടോ. മുസ്ലിം നമുക്ക് ഉള്ളത് കേട്ടോ. നിങ്ങളെത്തില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ശനിയാഴ്ച കാണാം. ബൈ.